ഡാൻസ് പെർഫോമൻസ് ആണ് കേട്ടോ കുട്ടികളുടെ. അപ്പം ദേ രാവിലെ 7 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ ഇതേ വണ്ടി വീണ്ടും നിർത്തിയിരിക്കുകയാണ് കരിമ്പ് ജ്യൂസ് കഴിക്കാൻ വേണ്ടിയിട്ട്. സുവീഷ് ചേട്ടനും ജിതേഷ് ചേട്ടനും പാത്രം കണ്ടോ, ഇതാ ജിതേഷ് ചേട്ടനെ പറയാൻ പറഞ്ഞു. നെക്സ്റ്റ് സോഡ സർവത്താണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ്. ഹലോ, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. അപ്പോൾ ദേ ഞാൻ നാട്ടിലെത്തിയിട്ട് വൺ ഓഫ് ദ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഡേ ആണ് ഇന്ന്. കാരണം ദേ ഞാൻ കുളിച്ച് റെഡിയായി. ഇപ്പോൾ രാവിലെ ഏകദേശം 5:30 AM ആണ് കേട്ടോ, 5:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഗുരുവായൂർ അമ്പലത്തേക്ക് പോവുകയാണ്. ഓ മൈ ഗോഡ്, എനിക്ക് നമ്മൾ UAE സമയത്ത് നാട്ടിലോട്ട് വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓഫീസിൽ ഇരുന്നിട്ടാണെങ്കിലും കാറിലാണെങ്കിലും വീട്ടിലിരുന്നിട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്കൊരു ഹാപ്പിനെസ് തരുന്നത് എനിക്ക് പേഴ്സണലി തന്നിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തേക്ക് പോകണം. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഭയങ്കര, ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുക എന്നുള്ളതൊക്കെ ഭയങ്കര, എനിക്ക് ഭയങ്കര ഒരു ബ്ലസ്ഡ് ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഐ ഡോണ്ട് ലൈക്ക്, എനിക്ക് വേർഡ്സ് കിട്ടുന്നില്ല എന്താണ് പറയേണ്ടതെന്നുള്ളത്. സോ അപ്പോൾ നമ്മളിത് ഗുരുവായൂർ അമ്പലത്തേക്ക് പോവുകയാണ്. ഞാനും ഉണ്ട്, സഞ്ജുവേട്ടനും ഉണ്ട്, സഞ്ജുവേട്ടൻ്റെ ബ്രദറും ഉണ്ട്. അപ്പോൾ നമ്മൾ 3 പേരും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ ദേ നമ്മൾ അമ്പലത്തിൽ നിന്ന് പാൽപ്പായസം മേടിക്കാനുള്ള പാത്രങ്ങളൊക്കെ അകത്തുനിന്ന് പുറത്തോട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പൊ അമ്പലത്തിലേക്ക് നമ്മൾ 3 പേരും മാത്രമല്ല കേട്ടോ. ഇൻട്രോ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റുണ്ട്. സഞ്ജുവിന്റെ സുവിശേഷന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ജിതേഷ് ചേട്ടനാണ് കേട്ടോ. അപ്പൊ നമ്മൾ 4 പേരും കൂടിയിട്ടാണ് അമ്പലത്തിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ദേ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി അമ്പലത്തിലോട്ട് എത്തി. ഗുരുവായൂർ അമ്പലത്തിലെ ഈ കടകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പ്ലസന്റ് ഫീലിംഗ് ഉണ്ട്. ഞാൻ ശരിക്കും അതൊക്കെ ആസ്വദിക്കായിരുന്നു കേട്ടോ. ഇതേ ഈ കട നോക്കൂ, നമ്മുടെ വലിയ പപ്പടമൊക്കെ കിട്ടുന്ന കടയാണ്. പപ്പടം, അലുവ, സ്വീറ്റ്സ്. അങ്ങനെ ദേ വഴിപാടുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് റെസിപ്റ്റ് ആക്കാനുള്ള ക്യൂല് കുറച്ച് നേരം നിന്നു കേട്ടോ. അങ്ങനെ വഴിപാടെല്ലാം കഴിച്ചു. നമുക്ക് പാൽപ്പായസം മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പാൽപ്പായസത്തിനുള്ള പാത്രം ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതേ പായസം മേടിച്ചു. നമ്മൾക്ക് ഇനി ഈ പായസം വണ്ടിയിലോട്ട് കൊണ്ടുവയ്ക്കണം. പായസം മേടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി പ്രസാദങ്ങൾ മേടിച്ചത്. കദളിപ്പഴം, വെണ്ണ, പഞ്ചസാര, അതുപോലെ തന്നെ കളഭമൊക്കെ നമ്മൾ പിന്നെ പോയിട്ടാണ് മേടിച്ചത്. നമ്മൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരികയല്ല കേട്ടോ. ഒത്തിരി സമയം ഗുരുവായൂർ അമ്പലത്തിൽ നമുക്ക് അന്ന് നിൽക്കാൻ പറ്റി. അതന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്. അമ്പലത്തിൽ അന്ന് ഒത്തിരി കുട്ടികളുടെ ഡാൻസ് പെർഫോമൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ അവരുടെ കൂടെ ഞാനിരുന്ന് കുറച്ച് നേരം ഡാൻസ് ഒക്കെ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസിക്കൽ ഡാൻസ് കാണാൻ. അതുപോലെ തന്നെ ക്ലാസിക്കൽ ഡാൻസ് കളിക്കാനും എനിക്ക് ഒരുപാട് ഇഷ്ടം. അങ്ങനെ ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ തന്നെയുള്ള പഴയോടം ഹോട്ടലിൽ നിന്നാണ് കേട്ടോ ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിച്ചത്. നല്ല അടിപൊളി സദ്യ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവാണ്. എൻ്റെ വീട്ടിലേക്കാണ് ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത്. അങ്ങനെ അതേ നമ്മൾ പോണ വഴിക്ക് കരിമ്പ് ജ്യൂസ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയേക്കുക കേട്ടോ. ഗായ്സ്, നമ്മൾ ഒരു റൗണ്ട് ഓഫ് എന്താ കഴിച്ചേട്ടാ, കരിമ്പ് ജ്യൂസ് കഴിച്ചു കഴിഞ്ഞിട്ട് സുവിശേഷന് എന്താ വരുന്ന പറ ഉപ്പ് സോഡ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഗെയിൻ നിർത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഉപ്പ് സോഡയാണ് കഴിക്കാൻ പോകുന്നത്. 5 കിലോമീറ്റർ കൂടുമ്പോൾ സുവിശേഷന് എന്താണ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതുകൊണ്ട് അടുത്തതായി ഞങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അയ്യോ, പ്രത്യേകമായിട്ടൊരു കാര്യം, ഞാൻ രാവിലെ ഇൻട്രോ പറയുമ്പോൾ ജിതേഷ് ചേട്ടനെ പറയാൻ പറഞ്ഞു. ഇതാണ് ജിതേഷ് ചേട്ടൻ, സഞ്ജുവേട്ടന്റെയും സുവിശേട്ടന്റെയും ബെസ്റ്റ് ഫ്രണ്ടാ അല്ലേ ഗൈസ്? ഇവരാരും ഉണ്ടല്ലോ, മൂളൊക്കെ ഉള്ളൂ. KSEB മെയിൻ ഉദ്യോഗസ്ഥനാണ്. ഒന്ന് കാണിക്കൂ ജിതേഷ് ചേട്ടൻ, തല കാണിക്കേ ഗൈസ്. നാരങ്ങ സോഡ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ കോൺസെൻട്രേഷൻ പോയിരിക്കുന്നു. ഞങ്ങൾ നാരങ്ങ സോഡ കഴിക്കുകയാണ്. നാരങ്ങ സോഡ ഒന്ന് കാണിക്കൂ. നാരങ്ങ സോഡയാണ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നത് എൻ്റെ സ്വന്തം വീട്ടിലേക്കാണ്. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് രാവിലെ പായസത്തിനുള്ള പാത്രം ഞങ്ങൾ എടുത്തത്. അപ്പോൾ അതിലൊരു ബോക്സ് പായസം അവിടെ കൊടുക്കണം. അതായത് ഒരു പാത്രം പായസം അവിടെ കൊടുക്കണം. അവിടെ എന്നിട്ട് നമ്മൾ തിരൂരിക്ക് പോകും. ഗൈസ്, നമ്മൾ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഇതാ
സഞ്ജുട്ടൻ എവിടെ? സഞ്ജുട്ടൻ അവിടെ എവിടെയുണ്ട്. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകും. ഓൾറെഡി ഞങ്ങളൊരു ട്രിപ്പ് ലഞ്ച് കഴിച്ചതാണ്. പക്ഷെ അമ്മ ഇവിടെ വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്ര ടൈം എന്ന് അറിയോ? 2:30 PM ആണ്. അപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ് ഗായ്സ്. അപ്പൊ ഇതിന് വീക്കെൻഡ് ആയതുകൊണ്ട് അതുനും കോളേജില്ല, അവളും വീട്ടിലുണ്ടായിരുന്നു. എന്റെ അമ്മ ദേ അടുക്കളയിൽ ബിസിയാണ്. ഞങ്ങൾക്കുള്ള ഫുഡെല്ലാം ടേബിളിലോട്ട് എടുത്തു. ഞങ്ങളെല്ലാരും ദേ ഹാളിൽ സംസാരിച്ചിരിക്കുവാണ്. എന്താ എന്ത് തണുത്ത വെള്ളം? അതും തണുത്ത വെള്ളം പ്ലീസ്. ദാ ഇങ്ങോട്ടിരി. ഇതെന്തൊക്കെയാ അമ്മ സ്പെഷ്യൽ? ക്യാബേജ് ഉപ്പേരി. ഇതെന്താ കറി? ആവോലി കറി. ഇതെന്താ? മട്ടൺ റോസ്റ്റ്. പിന്നെന്തത്? ആവോലി വറുത്തത്, അച്ചാറ്, ചോറ്. അപ്പം അതാണ് നമ്മളുടെ ഫുഡ്. അങ്ങനെ ദേ ഇന്ന് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ദേ അപ്പോഴേക്കും അച്ഛനും വന്നു. അപ്പം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ലഞ്ച് കഴിക്കുകയാണ്. അങ്ങനെ ദേ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് കുറച്ച് പായസം ഇവിടെ വെക്കണം, ബാക്കി പായസം തിരൂരിലോട്ട് കൊണ്ടുപോകണം. അപ്പം നമ്മൾ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ തിരൂരിന്ന് വരുമ്പോ തന്നെ ചെറിയ തൂക്കുപാത്രങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഗൈസ് ഞങ്ങൾ ഞാൻ ഇവിടെ നിൽക്കാണ് ഗൈസ്. അങ്ങനെ നമ്മളുടെ വീടിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. പോണ വഴിക്ക് ഞങ്ങൾ എഗെയിൻ വണ്ടി നിർത്തി. ഗൈസ് നമ്മൾ 3ാമത്തെ തവണയാണ് കരിമ്പ് ജ്യൂസ് കഴിക്കാൻ നിർത്തിയിരിക്കുന്നത്. കരിമ്പ് ജ്യൂസാണോ നാരങ്ങ സോഡയാണോ എന്ന് അറിയില്ല. ഞാൻ കഴിക്കുന്നില്ല, ഞാൻ നെല്ലിക്ക മാത്രമാണ് കഴിക്കുന്നത്. ഇതിപ്പോ കരിമ്പ് ജ്യൂസ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് വരെ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നല്ല ചൂടായ കാരണം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിക്കായിരുന്നു കേട്ടോ. അങ്ങനെ അതേ അമ്പലത്തിൽ പോയി ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുന്ന വരെ 4 കടകളിൽ കയറിയിട്ട് നമ്മൾ കരിമ്പ് ജ്യൂസും സോഡാ സർവത്തും ഒക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ലാസ്റ്റ് ജ്യൂസ് കഴിച്ച കടയിൽ നിന്ന് ഞാൻ ഉപ്പിലിട്ട നെല്ലിക്ക മാത്രമാണ് കേട്ടോ കഴിച്ചത്. ഈ കഴിക്കുന്നതിന് വേറൊരു കാരണമുണ്ട്, കാരണം നല്ല ചൂടും വെയിലും ആയി. ഇനി നേരെ വീട്ടിലോട്ട് പോകാതെ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് തിരൂർക്ക് എത്തിയിട്ടോ. ഇവിടെ ഞങ്ങൾ പായസം ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഡേ ഞാൻ ഒന്നുകൂടി പോകുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഗുരുവായൂർക്ക്. ഞങ്ങൾ ഓപ്പൺ ചെയ്ത പാൽപ്പായസം നോക്കൂ. ഇല്ല, ഞങ്ങളെല്ലാവരും പായസം കഴിക്കാൻ പോകുന്നുള്ളൂ. ഇത്രയും നമ്മൾ ഇങ്ങോട്ട് എടുത്തുള്ളൂ, ബാക്കിയൊക്കെ നടുവടത്തോട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അതേ അമ്മ ഇപ്പൊ നമുക്ക് കഴിക്കാനുള്ള പായസം ഗ്ലാസ്സിൽ ഓരോരുത്തർക്കും ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അതേ എല്ലാവരും പപ്പയും ജിതേഷ് ചേട്ടനും സഞ്ജു ചേട്ടനും സുവി ചേട്ടനും എല്ലാവരും ഉണ്ണിയുടെ അടുത്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.